വൻവേ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതൊരു ചെറിയ ബസ് യാത്രയുണ്ട് കേട്ടോ. ഇവിടെ തൃശ്ശൂരുള്ള പാരൂര് പള്ളി കേട്ടോ. ഈ പള്ളി കണ്ടാൽ നിങ്ങൾ ഏറോ പള്ളി കേട്ടോ, കപ്പല പള്ളി എന്നാ പറയുക. ബസ്സിലിങ്ങനെ റണ്ണിങ് ആയി കാരണം കേട്ടോ കാണിച്ചു തരാൻ പറ്റാഞ്ഞത്. മുല്ലശ്ശേരി പള്ളി കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ പാങ്ങ് വെങ്കിടങ്ങ് പാവക്ക് റൂട്ടാണ് കേട്ടോ. ആ വഴി കൂടെ പോകുമ്പോൾ കാണുന്ന പള്ളിയാണ് കേട്ടോ, മുല്ലശ്ശേരി പള്ളി. നമ്മളിവിടെ എത്തിയിട്ട് ചായ കുടിക്കാൻ പാടും ഒരു ഉഷാറിന് വേണ്ടിയിട്ട്. ചായ കുടിക്കാൻ വെച്ച് കയറിയപ്പോൾ അവിടെ ചായ ഇല്ലാന്ന്. കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചെറിയൊരു ശീലം ഉണ്ടാവുമല്ലോ, പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നോക്കിയതാണ്, അപ്പോൾ ചായ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ചെല്ലുന്ന സമയം ഒരു 1 മണി 1:30 ആയിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് കിട്ടാതിരുന്നത്. തന്നെ കയറുമ്പോൾ ഒരു മാതാവിൻ്റെ ഗ്രോട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാലൂര് പള്ളി കേട്ടോ. നമ്മുടെ തോമാസിലേക്ക് പ്രവർത്തിച്ചിട്ടുള്ള ഓരോ അത്ഭുതങ്ങളും അവിടെ കരിങ്കല്ലിൽ കൊത്തിയാണ് വെച്ചിരിക്കുന്നത്. നോമ്പുകാരാണല്ലോ, അപ്പോൾ തോമാസിലേക്ക് സ്ഥാപിച്ച 7 പള്ളികളെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അവിടേക്ക് പോകണമെന്നുണ്ട്, പോകാൻ സാധിക്കണം എന്നുള്ള പ്രാർത്ഥനയിലാണ്. അപ്പോൾ നിങ്ങളും കട്ട സപ്പോർട്ടായിട്ട് വന്നോളൂ കേട്ടോ. ഞങ്ങളുടെ അയൽവാസിനായിരുന്നു പറയാട്ടോ, ചൂരുകാരാണ് ചേച്ചിമാർ. എനിക്കറിയില്ല അവർ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പാലൂര് പള്ളി. ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരു വ്യക്തിയാണ് നമ്മുടെ തോമസ് ലീഹ. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ പാലൂർ പള്ളി AD 52 കേട്ടോ നമ്മുടെ അപ്പോസ്തലനായ തോമസ് ലീഹ സ്ഥാപിച്ചത്. ഞാൻ പിന്നെ എവിടെ വീഡിയോ എടുക്കാൻ പോകണമെങ്കിൽ നട്ടുച്ച കേട്ടോ, അത് ഭയങ്കര പ്രത്യേകതയാണ്. എന്താ സംഭവം അറിയില്ല. നമ്മുടെ തോമസ് ലീഹയുടെ പള്ളി ഇങ്ങനെ ആകാശം മുട്ടോളം ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടോ. നമ്മുടെ തോമസ് ലീഹ രക്തസാക്ഷിത്വം വഹിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നാണ് കേട്ടോ പാലൂര് പള്ളി. തോമസ് ലീഹ ആദ്യം പള്ളി സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരാണ്. അത് AD 52 തന്നെയാണ്. അവിടെ നിന്ന് വഞ്ചിമാർഗം വഴിയാണ് തോമസ് ലീഹ പാലൂർ പള്ളിയിലേക്ക് എത്തുന്നത്. പാലൂര് ബ്രാഹ്മണന്മാരുടെയും ജൂതന്മാരുടെയും ഒരു കേന്ദ്രം തന്നെയായിരുന്നു. പാലൂരിലെ ജൂത വ്യാപാരികളെ സന്ദർശിക്കാനും ക്രിസ്തീയ സുവിശേഷം പ്രസംഗിക്കാനുമാണ് തോമസ് ലീഹ ഇവിടെ എത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്നാനം നടത്തിയത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഈ പള്ളിയെ സെൻറ് തോമസ് പേരിൽ, അതേപോലെ തന്നെ അപ്പസ്തോലിക സഭ എന്ന് വിളിക്കപ്പെടുന്നത്. ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഈ നമ്മുടെ രാജ്യത്തെയാണ് മലബാർ എന്ന് പറയുന്നത്. തേക്ക് കൊണ്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതെല്ലാം. പാലൂരിൽ നിന്ന് ഹിന്ദു ബ്രാഹ്മണൻ കുടിയേറിയതിനെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ട പഴയ ഹിന്ദു ക്ഷേത്രം ഉൾപ്പെടുത്തിയാണ് ഈ പള്ളി നിർമ്മിച്ചത്. പേർഷ്യൻ പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഹിന്ദു വാസ്തുവിദ്യ ശൈലിയുടെ സംയോജനമായിരുന്നു ഇവിടെ. സെൻറ് തോമസ് പ്രതിഷ്ഠിച്ച യഥാർത്ഥ അൾത്താര ആശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് കേരളം അധിനിവേശ സമയത്ത് പള്ളി തീ വെച്ച് നശിപ്പിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം പുനർനിർമ്മിച്ചതാണ് ഈ പള്ളി. ചെറിയ രീതിയിലുള്ള ഫുഡ് നമ്മൾ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ പിള്ളേർക്ക് കഴിക്കാൻ വിശക്കുണ്ടായിരുന്ന ഒത്തിരി സമയമില്ലേ, അപ്പോൾ എവിടെ നിന്ന് കഴിക്കുന്നുള്ളത്. അപ്പോൾ പള്ളിയിൽ തന്നെ ഒരു സൈഡിൽ ഇരുന്ന് ഞാൻ കൊടുത്തു. വേറെ കുഴപ്പമൊന്നുമില്ല, വളരെ സൈലൻ്റായിട്ട് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പള്ളിക്കാർ വലുതും പറയുമെന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായില്ല കേട്ടോ, കുഞ്ഞുമക്കളുള്ളതുകൊണ്ടായിരിക്കാം. തോമസ് ലീഹയുടെ തിരുശേഷിപ്പിൻ്റെ മണ്ഡപമാണ് കാണുന്നത്. പള്ളിയിൽ പൊളിച്ച് മേച്ചിൽ പരിപാടി നടക്കുകയാണ് കേട്ടോ. പള്ളി വൃത്തിയാക്കുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ് അതേപോലെ ഓരോ കാര്യങ്ങളും. ഇവിടെയാണ് കേട്ടോ സെൻറ് തോമസ് ലീഹ കുരിശ് സ്ഥാപിച്ച സ്ഥലം. അവിടെയാണ് ഇപ്പോൾ കുരിശുള്ളത് ഉണ്ടാവും. പള്ളിയുടെ ഉൾവശത്തേക്ക് ഞങ്ങൾ കയറിയിട്ട് നേരത്തെ നമ്മുടെ തോമസ് ലീഹയുടെ തിരുശേഷിപ്പാണ് ഇരിക്കുന്നതാണ് തൊട്ടുമുട്ടുന്നത്. പക്ഷേ നല്ല പണിത്തിരക്കും കാര്യങ്ങളൊക്കെയാണ് പള്ളിയിൽ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അധികം നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തില്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. പള്ളിക്ക് ചുറ്റും ഫുള്ള് ചെടികളാണ് കേട്ടോ, പൂവിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും കണ്ടു. ഇവിടെയാണ് കേട്ടോ തളിയാക്കുളം. തളിയാകുളത്തിൻ്റെ ഏരിയയിൽ തന്നെയാണ് കുരിശിൻ്റെ വഴി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. 1 സ്ഥലം 2 സ്ഥലമൊക്കെ ആയിട്ട് അങ്ങനെ 14 സ്ഥലങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ.
ഇവിടെ ചെറിയൊരു ഗുഹ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ചെറിയൊരു മല. അതായത് AD 72 സെൻറ് തോമസ് രക്തസാക്ഷിത്വം വരിച്ചത്. ഒരു ചിന്നമലയുടെ ചെറിയൊരു പകർപ്പ് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിലോട്ട് ചെറിയൊരു ഗുഹയുടെ ഒരു പ്രതീകമുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. അത് ഫുള്ള് ലോക്ക്ഡ് ആണ്. കണ്ടോ, ആ സൈഡ് ഇപ്പുറത്തെ സൈഡൊക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റാതിരുന്നു കേട്ടോ. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരെ ഇവിടെ വെച്ചാണ് സ്നാനസ്ഥാനം നൽകിയത്. പരിശുദ്ധ തൃത്വത്തെ ചൊല്ലി കുരിശടയാളം പൂർത്തിയാക്കി കൈകളിൽ പിടിച്ചിരുന്ന വെള്ളം വായുവിലേക്ക് എറിഞ്ഞു. അത് ഉയരത്തിൽ വായു നിശ്ചലമായി നിന്നു. ആ ഒരു അത്ഭുതമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെ നടന്ന ഒരു സ്ഥലമുണ്ട് തളിയാക്കുളം. ഈ കിണറ്റിലെ വെള്ളം കുടിച്ച് ഇങ്ങനെ രോഗശാന്തി ലഭിക്കുമെന്നാണ് കേട്ടോ ഇവിടെ വിശ്വസിക്കപ്പെടുന്നത്. ഇതൊക്കെയാണ് കേട്ടോ തളിയാക്കുളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഈ സ്ഥലങ്ങളെല്ലാം വരണ്ട ഭൂമിയായി മാറിയെങ്കിലും പ്രാദേശികമായി ബോട്ടുകളും എന്ന് വിളിക്കപ്പെടുന്ന ഈ ബോട്ട് ചെട്ടി എന്ന നിലയിലുള്ള ഈ സെൻറ് തോമസിൻ്റെ സ്മാരകമായി തന്നെ ഇവർ സംരക്ഷിക്കപ്പെടുന്നുണ്ട് കേട്ടോ ഈ ബോട്ടുകൾ. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഈ പാലൂർക്ക് വഞ്ചി വഴിയാണ് കേട്ടോ നമ്മുടെ തോമസ് ലേഖ വന്നത്. ആ ഒരു ഏരിയയാണ് കാണുന്നത്. ഇപ്പോഴും അവരത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്, കണ്ടോ, സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടിരുന്ന വഞ്ചിയിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടു. അപ്പോൾ അവിടെ കണ്ടത് ചെറിയൊരു പ്രയർ റൂം അവിടെ കാണാൻ സാധിച്ചു കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതൊക്കെയാണ് നമ്മുടെ പാലൂർ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.